ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ നാരങ്ങ അച്ചാറിൻ്റെ ഒരു റെസിപ്പി കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കയ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നാരങ്ങ അച്ചാർ നമുക്ക് എങ്ങനെ ഇടാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ നാരങ്ങ കഴുകിക്കൊണ്ടിരിക്കുക. നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണം. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആവി കയറ്റാൻ വേണ്ടി ഞാനൊരു ഇഡ്ഡലിക്കൂട്ടം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ നാരങ്ങ വറക്കി അടുക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പഴയ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് എല്ലാം ഒന്ന് അടുക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ആവി കയറ്റാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ നാരങ്ങ ഇവിടെ ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഞാൻ വെള്ളത്തിലിട്ടും എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുന്ന സമയം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാരങ്ങ വെന്ത് കഴിയുമ്പോൾ അത് പൊട്ടുമ്പോൾ അതിനകത്ത് വെള്ളം കയറും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ആവി വെച്ച് തന്നെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാം. ഞാനൊരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അച്ചാറിന് നമ്മൾ മാക്സിമം എടുക്കുന്നത് നല്ലെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നല്ലെണ്ണയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ ഒരുപാട് ദിവസം ഇരിക്കത്തുമില്ല. നല്ലെണ്ണയൊക്കെ ആകുമ്പോൾ കുറേ നാൾ ഇരുന്നോളും. ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇഞ്ചി കൊത്തി അരിഞ്ഞതും വെളുത്തുള്ളിയും പച്ചമുളക് 2 എണ്ണം റൗണ്ടിനരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ വലിയ വെളുത്തുള്ളി എടുക്കുന്നതെങ്കിൽ നമ്മൾ 2ആയിട്ട് മുറിച്ചിടണം. അല്ലെന്നുണ്ടെങ്കിൽ മുഴുവനെ തന്നെ അതങ്ങ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഇതാ ഇവിടെ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മൂക്കുന്ന സമയം നല്ലൊരു സ്മെല്ല് വരും. അന്നേരം വേണം ഇതിനകത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിത് ചേർക്കാൻ പോകുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കാൻ പോകുന്ന പൊടികൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ നല്ലൊരു കളറും നമുക്ക് കിട്ടും, എരിവും ഉണ്ടാവത്തില്ല. പിന്നീട് ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ട് ഉലുവാപ്പൊടി ചേർക്കുന്നില്ല എന്ന്. ഉലുവാപ്പൊടി ചേർക്കുന്ന കാര്യം ഞാനങ്ങ് വിട്ടുപോയായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് ഞാനിത് ചേർക്കുന്നുണ്ട് ഉലുവാപ്പൊടി. നമുക്ക് ഉലുവാപ്പൊടി ലാസ്റ്റ് ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ നാരങ്ങ നമുക്ക് നല്ല ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഉപ്പും ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഫ്രിഡ്ജിൽ 2 ദിവസം വെച്ചിട്ട് പിന്നീട് എടുത്ത് അച്ചാറിടുമ്പോഴും നല്ല ടേസ്റ്റാണ്. നല്ല നാരങ്ങയൊക്കെ ഒന്ന് പഴകി നല്ല ഉപ്പൊക്കെ പിടിച്ച് നമുക്ക് അച്ചാറിടുന്ന ദിവസം തന്നെ നമുക്കതെടുത്ത് കൂട്ടാനും പറ്റും. ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മളിടുന്ന സമയത്ത് നമുക്ക് പിന്നെ 2 ദിവസം ഉപ്പ് പിടിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ഈ അച്ചാർ കൂട്ടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഉപ്പ് അധികം തോന്നത്തില്ല. പിന്നെ ഒരു പ്രത്യേകത, നമ്മളിത് വിനാഗിരി ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ നാരങ്ങയൊക്കെ അരിഞ്ഞ് 4ആയിട്ട് കണ്ടിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നാരങ്ങ എല്ലാം ഇട്ടു, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ തുടർന്നിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നല്ല ഫീഡ്ബാക്കുകൾ തരിക. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ ഇട്ടതിന് ശേഷം തന്നെ 100 വീഡിയോ ഞാൻ തികച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 101ാമത്തെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.